നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിൻ്റെ ക്യാപ്റ്റനെ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ കോച്ച് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗ്രഞ്ച കമാറയിലെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നാളെ ബ്രസീൽ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ഇറങ്ങുന്നു. നാളത്തെ മത്സരം പനാമക്കെതിരെയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്. ദി ക്യാപ്റ്റൻ ഈസ് സ്റ്റിൽ മാർക്കിഞ്ഞോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നാളത്തെ കളിക്ക് മാർക്കിഞ്ഞോസിലെ നമുക്കറിയാം, അദ്ദേഹം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലൊക്കെ കഴിഞ്ഞ് US വെച്ചിട്ടാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയുള്ളൂ. അപ്പോൾ വേൾഡ് കപ്പിനുള്ള ക്യാപ്റ്റൻ മാർക്കിഞ്ഞോസ് ആയിരിക്കും എന്നാണ് കോച്ച് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദി ക്യാപ്റ്റൻ ഈസ് സ്റ്റിൽ മാർക്കിഞ്ഞോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഇപ്പോൾ UCL ഫൈനലിന് ഈ താരങ്ങൾക്ക് ആശംസ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വന്നത്, അതായത് മാർക്കിഞ്ഞോസ് PSG കളിക്കുന്നു, അതുപോലെ തന്നെ മറ്റു 2 പേര് ആഴ്സണലിൻ്റെ കളിക്കാരാണല്ലോ, ഗബ്രിയേൽ മെഗലസും ഗബ്രിയേൽ മാർട്ടിനെല്ലിയും. അപ്പോൾ കോച്ച് പറഞ്ഞത്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ താരങ്ങളോട് സംസാരിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. എന്താണ് അവരോട് പറയേണ്ടത് എന്നും അറിയില്ല. കാരണം 2 ടീമിലായിട്ടാണല്ലോ കളിക്കുന്നത്. സോ മാർക്കിഞ്ഞോസിനോടോ അല്ലെങ്കിൽ മറ്റ് 2 പേരോടോ ഗുഡ് ലക്ക് എന്ന് പറയാൻ പറ്റില്ല. സോ മത്സരം കാണാം, അത്ര തന്നെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രൂപത്തിൽ മത്സരം ഫിനിഷ് ചെയ്യട്ടെ. ഫൈനൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും വളരെ ഡിഫിക്കൽട്ടാണ്, പ്രത്യേകിച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള താരങ്ങൾക്ക്. സോ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഫൈനലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2 ടീമുകൾ, ഈ ഒരു കിരീടം അർഹിക്കുന്ന 2 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു. ഏതായാലും മാർക്കിഞ്ഞോസ് ഇല്ല നാളത്തെ കളിക്ക്. പക്ഷേ വേൾഡ് കപ്പിന് ബ്രസീൽ ടീമിനെ നയിക്കുക മാർക്കിഞ്ഞോസ് ആയിരിക്കും. കാസിമിറയാണോ മാർക്കിഞ്ഞോസ് ആണോ എന്നൊക്കെയുള്ളതാണ് ചോദ്യം. നെയ്മർ ക്യാപ്റ്റനാകുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും നെയ്മർ ആവില്ല നേരെ ഉറപ്പായിരുന്നു. നെയ്മർ തന്നെ നേരത്തെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുള്ള ആളാണ്. ഏതായാലും മാർക്കിഞ്ഞോസാണ് ഇത്തവണ വേൾഡ് കപ്പിൽ ബ്രസീലിനെ നയിക്കാൻ പോകുന്നത് എന്ന് കോച്ച് ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.